ആദ്യം given ഡാറ്റാസ് എടുത്ത് എഴുതുക. സെയിം ആണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്തത് അതേ മെത്തേഡാണ്. എന്തൊക്കെയാ തന്നിട്ടുള്ള ഡാറ്റാസ്? തരുണ എന്തൊക്കെ തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ട് എന്തൊക്കെയാ? ക്വസ്റ്റ്യൻ പ്രോട്ടോടൈപ്പിനായിട്ട് ഡയമെൻഷൻ എന്തൊക്കെയാ തന്നിട്ടില്ലേ? ലെങ്ത് എത്രയാ? 300 മീറ്റർ. ഓക്കെ. പിന്നെ ഡെൻസിറ്റി. ഓക്കെ. എത്ര ഡെൻസിറ്റി? 1030. 1030. കൈനമാറ്റിക് വിസ്കോസിറ്റി? വിസ്കോസിറ്റി 30 മീറ്റർ/സെക്കൻഡ്. എത്രയാണ്? കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാ? പ്രോട്ടോടൈപ്പിലെ 0.012. 0.012. ഏതാ യൂണിറ്റ്? സ്റ്റോക്കിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എത്രയോ മറന്നുപോയാ? പേജ് കുറച്ച് നോക്കണ. ഇപ്പൊ എന്റെ പ്രോബ്ലം ചെയ്തത് ഈ പ്രോബ്ലം അല്ലേ ചെയ്ത നമ്മള്? എങ്ങനെയാ സ്റ്റോക്കിനെ കൺവേർട്ട് ചെയ്യാം? 10⁻⁻⁴. ഇൻറ്റു 10⁻⁻⁴. എന്താ SI യൂണിറ്റ് എന്താ കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ? മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബോ? അല്ല, m സ്ക്വയർ. m സ്ക്വയറോ? മീറ്റർ ക്യൂബ്/സെക്കൻഡ്. മീറ്റർ ക്യൂബ്/സെക്കൻഡോ? കൈനമാറ്റിക് വിസ്കോസിറ്റി ഇന്ത്യ. മീറ്റർ ക്യൂബ്/സെക്കൻഡ് എന്തിന്റെ യൂണിറ്റാ? ഡിസ്ചാർജിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ക്യൂബ്/സെക്കൻഡ്. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്താ? മീറ്റർ സ്ക്വയർ. പറഞ്ഞോ. മീറ്റർ സ്ക്വയർ അല്ലേ? വെറും മീറ്റർ സ്ക്വയർ? വെറും മീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയന്റെ യൂണിറ്റ് എന്താ? കൈനമാറ്റിക് വിസ്കോസിറ്റി വെറും മീറ്റർ സ്ക്വയർ ആകുമ്പോ ഏരിയന്റെ യൂണിറ്റ് എന്താടാ? അല്ല, മീറ്റർ സ്ക്വയർ/സെക്കൻഡ്. മീറ്റർ സ്ക്വയർ/സെക്കൻഡ്. ഏരിയന്റെ യൂണിറ്റ് എന്താ? ഏരിയന്റെ സെന്റിമീറ്റർ അല്ലേ? ഏരിയന്റെ യൂണിറ്റ് സെന്റിമീറ്റർ അല്ല. ഇവിടെ ഏരിയന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ്. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ്. അപ്പൊ വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയോ? അല്ല, ഏരിയന്റെ മീറ്റർ സ്ക്വയർ. മോനെ ഇതൊക്കെ വെലോസിറ്റി മീറ്റർ/സെക്കൻഡ്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പറയുന്ന സാധനാണ്. ഇതിലൊന്നും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കല്ല. ബിടെക് സെക്കൻഡ് ഇയർ എത്തി. ഏരിയന്റെയും വെലോസിറ്റിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ അടിച്ചിരിക്കല്ലേ? പിന്നെ മോഡലിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാന്നില്ലേ? 60 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. എന്താ സാധനം 60 ന്യൂട്ടൺ? റെസിസ്റ്റൻസ്. ട്രാക്ക് ഫോഴ്സ്. മോഡലിന്റെ ട്രാക്ക് ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 60 ന്യൂട്ടൺ. പിന്നെ മോഡലിന്റെ വേറെ ഒന്നും തന്നിട്ടില്ല.
വേറെ ഡെൻസിറ്റി ഓഫ് എയർ 1.24. 1.24 ആ? അല്ല സീറോ. സീറോ ആ? അല്ല 0.01 സ്റ്റോക്ക് എന്തെന്ന്? എയർ എയറിന്റെ കൈനമാറ്റിക് കൈനമാറ്റിക് വിസ്കോസിറ്റി 0.018 സ്റ്റോക്ക്. എയറിന്റെ ഡെൻസിറ്റി എത്രയാ? എയറിന്റെ ഡെൻസിറ്റി 1.24. 1.24. ഒരിക്കലും 1 ശേഷം 24 വായിക്കണം കേട്ടോ. അല്ല പറഞ്ഞ നേരത്തെ മാറിയതോ. പറയാൻ പാടില്ല. 1.24 ആണ്. ഒരിക്കലും 1.24 എന്ന് വായിക്കരുത്. 1.24 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത്രയാണ് ഗിവൺ ഡയമെൻഷൻ എന്നുള്ളത്. ഓക്കെ, ഈ കൺവേർഷൻ ഒന്നും വേറെ എവിടെയും നിങ്ങൾക്ക് തരില്ല. ഈ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സ്റ്റോക്സിനെ കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈ ഹാർട്ട് ആവേണ്ട കാര്യം ഇതൊക്കെ. ഓക്കെ, സോ ലെങ്ത് ഓഫ് പ്രോട്ടോടൈപ്പ് വന്നിട്ടുണ്ട് 300 മീറ്റർ. പ്രോട്ടോടൈപ്പിന്റെ കേസിലെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സീ വാട്ടർ ആണ്. സീ വാട്ടർ ഡെൻസിറ്റി വന്നിട്ടുണ്ട് 1030 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് സീ വാട്ടർ 0.012 സ്റ്റോക്സ്. സ്റ്റോക്സിനെ കൺവേർട്ട് ചെയ്ത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആക്കുമ്പോൾ ഇൻറ്റു 10⁻⁴. Then resistance force for drag force for പ്രോട്ടോടൈപ്പിന് എഫ് പി, പ്രോട്ടോടൈപ്പിന്റെ വെലോസിറ്റിനെ വി പി എന്ന് നോട്ടേറ്റ് ചെയ്യുന്നു. ഇനി മോഡലിൻ്റെതായിട്ടുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഷ്യോ തന്നിട്ടുണ്ട് 1:100 എന്ന് പറയുന്നത്. ഓക്കെ, എൽ പി ബൈ എൽ എം. സോ എൽ എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 300 ഡിവൈഡ് ബൈ 100 ചെയ്ത് എൽ എം കിട്ടും 3 മീറ്റർ. വി എം മോഡലിന്റെ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. മോഡലിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് 16 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. മോഡലിന്റെ കേസിൽ വരുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആണ്. എയറിന്റെ ഡെൻസിറ്റി 1.24 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കൈനമാറ്റിക് വിസ്കോസിറ്റി എത്രയാ? 0.018 സ്റ്റോക്സ്. കൺവേർട്ട് ചെയ്തിരുന്നു 0.018 into 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും. ഇനി എന്ത് ചെയ്യാം? ഡൈനാമിക് സിമിലാരിറ്റി അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് റെനോൾഡ്സ് മോഡലിലും അപ്ലൈ ചെയ്യുന്നു. റെനോൾഡ്സ് മോഡലിലും അപ്ലൈ ചെയ്തു. റോബി എൽ ബൈ മ്യൂ അല്ലെങ്കിൽ വി എൽ ബൈ ന്യൂ. പ്രോട്ടോടൈപ്പിന് മോഡലിന് ഇൻ ബിറ്റ്വീൻ റെനോൾഡ്സ് നമ്പർ ഈക്വൽ ആയിരിക്കും. വി പി ഇൻറ്റു എൽ പി ഡിവൈഡ് ബൈ ന്യൂ പി ഇസ് ഈക്വൽ ടു വി എം ഇൻറ്റു എൽ എം ഡിവൈഡ് ബൈ ന്യൂ എം. എന്നാൽ നമുക്ക് അറിയാത്ത പാരാമീറ്റർ ഏതാ? വി പി മാത്രമേ അറിയാത്ത പാരാമീറ്റർ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന. സോ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. സോ വി പിന്റെ ഇക്വേഷൻ എഴുതി. വി പി ഇസ് ഈക്വൽ ടു ന്യൂ പി ഡിവൈഡ് ബൈ ന്യൂ എം ഇൻറ്റു എൽ എം ഡിവൈഡ് ബൈ എൽ പി ഇൻറ്റു വി എം. സോ ഫൈനലി വി പിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വി പിന്റെ വാല്യൂ എന്ന് കണ്ടുപിടിച്ചാൽ എത്രയും വരിക? ബാക്കി എല്ലാ പാരാമീറ്റേഴ്സ് നിങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. വി പിന്റെ വാല്യൂ കണ്ടുപിടിക്കുക.
എത്ര കിട്ടിയ വാല്യൂ ഏതാ ഇപി വാല്യൂ എത്ര കിട്ടിയ സമയമുണ്ടോ ക്ലാസ്സിൽ മുഹമ്മദ് സമ ക്ലാസ്സിലുണ്ടോ ഓൺലൈനിൽ കാണുന്നുണ്ട് അവിടെ ഉണ്ടോന്നില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടിയ പ്രോട്ടോടൈപ്പിന്റെ വെലോസിറ്റി ഓക്കെ 0.2 മീറ്റർ പെർ സെക്കൻഡ് വരും ചെയ്യുന്നില്ലേ എടാ ആരെയും എല്ലാരും മൈക്കിന് കംപ്ലൈന്റ് എല്ലാരും മെസ്സേജിങ് ആണല്ലോ കേൾക്കുന്നില്ലല്ലോ ഓക്കെ 0.2 മീറ്റർ പെർ സെക്കൻഡ് വന്നു ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ പ്രോട്ടോടൈപ്പിന്റെ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് സോ ആദ്യം പ്രോട്ടോടൈപ്പ് മോഡലും തമ്മിലെ ഡ്രാഗ് ഫോഴ്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം ഡ്രാഗ് ഫോഴ്സ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ചു റോ എൽ സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ റോ എൽ സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു റോ എൽ സ്ക്വയർ വി സ്ക്വയർ സോ എഫ് പിന്റെ കേസിലും എഫ് എമ്മിന്റെ കേസിലും ഇടുക എഫ് പി ബൈ എഫ് എം എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കുക അതിൽ എഫ് എം വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ എഫ് ബി ബൈ എഫ് എം റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എഫ് എമ്മുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഫ് പി കണ്ടുപിടിക്കാം പ്രോട്ടോടൈപ്പിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ സോ ആദ്യം ഇനീഷ്യൽ എന്ത് ചെയ്യുക റെസിസ്റ്റീവ് ഫോഴ്സിന്റെ ഈക്വേഷൻ വെച്ചിട്ട് എഫ് പി ബൈ എഫ് എം ആണ് ഇടുക അതായത് റോ പി ഡിവൈഡ് ബൈ റോ എം ഇൻറ്റു എൽ പി ബൈ എൽ എം ഹോൾ സ്ക്വയർ ഇൻറ്റു വി പി ബൈ വി എം ഹോൾ സ്ക്വയർ നേരത്തെ ചെയ്ത അതേ മോഡൽ സോ എഫ് പി ബൈ എഫ് എമ്മിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ച് എന്നിട്ട് എന്ത് ചെയ്യാം എഫ് എം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എഫ് ബി ബൈ എഫ് എമ്മിന്റെ വാല്യൂ എന്ന് വിളിച്ചാൽ ആദ്യം എഫ് പി ഡിവൈഡ് ബൈ എഫ് എം
കിട്ടിയ വാല്യൂ എഫ് പി ബൈ എഫ് എമ്മിന്റെ വാല്യൂ എത്തിയ റേഷ്യോ വാല്യൂ എത്ര ശരിയാക്കാൻ കിട്ടിയ ശ്രീരാഗ് എത്ര ശരിയാകാം 369.2. 369 Point. approximately 369 വരുന്നുണ്ടോ എഫ് പി ബൈ എഫ് എം വാല്യൂ കിട്ടിയെങ്കിൽ അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുന്നുണ്ട് എഫ് പി റേഷ്യോ വെച്ചിട്ട് എഫ് പി വാല്യൂ കണ്ടുപിടിക്കും എഫ് പി ബൈ എഫ് എം ഓൾമോസ്റ്റ് 369 370 റേഞ്ചിൽ വരും ഓൾമോസ്റ്റ് റേഞ്ച് അത് വെച്ചിട്ട് ഇൻറ്റു എഫ് എം വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും എഫ് പി കിട്ടും 369.2 okay and FP value FP by FM rho L square V square of prototype divided by rho L square V square of model. Then exponential equation is rho P by rho M into LP by LM the whole square into VP by VM the whole square. Rho P by rho M നമുക്കറിയാം then LP by LM വന്നിട്ടുണ്ട് finally FP by FM എന്നുള്ള ratio 369.17 കിട്ടും then അതിനെ FM ആയിട്ട് FM value 16 ന്യൂട്ടൺ തന്നിട്ടുണ്ട് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും resistance in prototype കിട്ടും that is 22,150.2 22,150.2 ന്യൂട്ടൺ വരും okay 22,150.2 ന്യൂട്ടൺ okay എത്രയാണ് എന്ത് വരിക FP വാല്യൂ വരിക അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിയാൽ ഈ ഡയമെൻഷൻ അനാലിസിസ് അല്ല ബൗണ്ടറി ലെയറിൽ അതിന്റെ ഡിഫറെന്റ് മോഡൽസ് ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെയിം മോഡൽ സെയിം ക്വസ്റ്റ്യൻ അല്ല സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ബൗണ്ടറി ലെയറിന്റെ സെക്ഷനിൽ ഓക്കെ അവിടെ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് അതിങ്ങനെ ഇൻ ബിറ്റ്വീൻ ഡയമെൻഷൻ അനാലിസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യാം അവിടെ ഒന്ന് രണ്ട് പ്രോബ്ലം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സമയം എടുക്കുന്ന സമയത്ത് ഓക്കെ ഈ ക്വസ്റ്റ്യൻ എഴുതിയ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ
എഴുതിയാ മക്കളെ? ക്വസ്റ്റ്യൻ എഴുതിയാ? യെസ് സർ. ആൻസർ നോക്ക്. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. കംപ്ലീറ്റ് ആയിട്ട് ഒന്നല്ല രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. ഇതേ മെത്തേഡില് സെയിം മോഡൽ പ്രോബ്ലം. എന്തൊക്കെയാ അത് മറന്നുപോയല്ലേ? നമ്മൾ എന്ത് വെച്ചിട്ട് കഴിഞ്ഞാ വോൺ കാർമൻ മൊമെന്റം ഇന്റഗ്രൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. എന്തിനാ വോൺ കാർമൻ മൊമെന്റം ഇന്റഗ്രൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാനാ മെയിൻ ആയിട്ട്? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു, റൈറ്റ്? ഷിയർ സ്ട്രെസിന്റെ വോൺ കാർമൻ മൊമെന്റം ഇക്വേഷൻ തരുന്നു ടോ സീറോ ഡിവൈഡ് ബൈ റോ യു സ്ക്വയർ ഈക്വൽ ടു ഡോ തീറ്റ ബൈ ഡോ എക്സ്. എന്തായിരുന്നു തീറ്റ? എന്തായിരുന്നു? എന്താ തീറ്റ? ഈ നിക്ക് ആരാ? നിക്ക് ആർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോഴേ ആദ്യമേ പറഞ്ഞില്ല. കാരണം ഈ അറ്റൻഡൻസ് നിങ്ങളെ ഇങ്ങനത്തെ പേരുകൾ നിങ്ങൾ ഒറിജിനൽ നെയിം സെറ്റ് ചെയ്തിട്ട് തന്നെ ക്ലാസ്സിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അറ്റൻഡൻസ് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് ആരാ, ഇത് ആള് ആരാ, ഇത് നിക്കാരാ? Who is this person? Nick. ആരോടും ഇത് മറുപടി ഇല്ല. അവനവന് പേര് പറയാറാന്നാല് ഓൺലൈനിൽ ഉള്ള കൂട്ടറാണോ? കൂടുതലോടർക്ക് ബാക്കിയായിരിക്കും അറിയില്ല ഇതാരാ പേഴ്സൺ. ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് വരുമ്പോൾ ക്ലാരിറ്റി വരില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയി നിങ്ങളെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ആകുന്നതാണ്. അറ്റൻഡൻസ് ഇത് വെച്ച് നോക്കുന്നുണ്ട്, ആരൊക്കെ ഏതൊക്കെ സമയത്ത് എൻട്രി ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഏതൊക്കെ സമയത്ത് ലീവ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള പേര് ഇട്ടിട്ട് ജോയിൻ ചേർന്ന് അതാണ് നിങ്ങളെ ഫസ്റ്റ് ക്ലാസ് മുതൽ പറയും നിങ്ങളോട്. ഇതിന് അവകാശമില്ല ഈ പേരിന്. എടോ ഓപ്പൺ എന്ത് മക്കളാടോ നിങ്ങള്? സൗരകാന്ന് തോന്നുന്നു. അത് സൗരവാ? സൗരകാന്ന് തോന്നുന്നു. സൗരാഗ് എന്താ? സൗരാഗ് എന്തിനാ പറയാത്തൊന്നും? സൗരാഗ് അറ്റൻഡൻസ് വരെ പറഞ്ഞല്ലോ. ഇത്രയും നേരം ചോദിച്ചാലും കളി നിക്ക് ആരാന്ന് ചോദിച്ചത് നീ കേട്ടില്ല? അതൊന്ന് മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചത് ആരാ ഇത് ആള്? സൗരാഗ് തന്നെയാ? എന്ത് മനസ്സിലായില്ല? ഞാൻ പുറത്തേനുള്ള മൊബൈൽ ഇവിടെ വെച്ചിട്ടായിരുന്നു. മൊബൈൽ വെച്ചിട്ട് പോവാൻ, ഓണാക്കി വെച്ചിട്ട് പോവാനാ സൗരാഗ് ക്ലാസ് കയറുന്നത്? ഞാനിവിടെ പുറത്തു പോയതാ. മറ്റേ അതിന് ഞാൻ ചോദിച്ച പുറത്തു പോയതിന് തന്നെയാണ് ചോദിച്ചത്. അല്ല, വേഗത്തിൽ പോയിട്ട് വരണ്ട ഇവിടെ. ഇങ്ങനത്തെ പേര് വെക്കരുത് നിന്നോട് നമ്മൾ ആദ്യം പറയുന്നില്ലേ? അത് നിനക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരിക. അത് ശ്രദ്ധിക്കണം, അത് മാറ്റണം എന്ന് പറഞ്ഞതാണ്. എന്ത് നിന്റെ പേരെന്താടാ കാണിക്കണേ? സൗരാഗ്നാണ് കാണിക്കണേ. നിക്ക് ആർന്ന് എഴുതി വെച്ചിട്ടില്ലേ? സാർ മാറ്റിയില്ല. ഇപ്പൊ മാറ്റില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് മാറ്റിയാ മതി ബ്രേക്കിന്. അല്ല, ഞാനിപ്പോ മാറ്റാം. അത് ജിമെയിൽ മാറിയതാ എന്റെ. അല്ല ഇപ്പൊ മാറ്റുന്നില്ല, ആ ഓക്കെ. ക്ലാസ് കഴിഞ്ഞിട്ട് ബ്രേക്കിന് മാറ്റി. അപ്പൊ പറ എന്താ നമ്മൾ പറഞ്ഞോണ്ടാ? ബോൺ കാർബൺ മൊമെന്റം ഇന്റഗ്രേഷന്റെ തീറ്റ എന്താ? മൊമെന്റം തിക്നെസ് അല്ലേ? Tau 0 rho u square is equal to dou by dou x of theta. Theta നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രൽ 0 to delta small u by capital U into 1 minus small u by capital U into dy വരും, റൈറ്റ്? പിന്നെ എന്ത് ചെയ്യുന്നതിനകത്തേക്ക് ഈ given ഇക്വേഷനിനകത്തേക്ക് നമുക്ക് തന്നിട്ടുള്ള വെലോസിറ്റി പ്രൊഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മോൾ u by capital U is equal to 3/2 y by delta minus 1/2 y by delta the whole cube. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി നോക്കിയാൽ നമ്മൾ ക്ലാസ് ചെയ്ത പ്രോബ്ലം ആണ്.
ഇതേ മെത്തേഡിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, 1ഉം 2ഉം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഡയറക്ട്ലി സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു എടുത്ത് എഴുതുക, അതുപോലെ ഇവിടെ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു വരെ എഴുതുക. ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യലി ടേംസ് എടുത്ത് എഴുതുക, സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു വെച്ചിട്ട് എഴുതുക. എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് എഴുതിയ. boundary thickness, shear stress, drag force, coefficient of drag, ഇതെല്ലാം റെനോൾഡ്സ് നമ്പർ ടേംസിലേക്ക് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോ 0 ബൈ റോ യു സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇന്റഗ്രൽ 0 ടു ഡെൽറ്റ എഴുതാം. യു ബൈ യു എഴുതിയെടുത്ത് 3/2 y ബൈ ഡെൽറ്റ മൈനസ് 1/2 y ബൈ ഡെൽറ്റ ദ ഹോൾ ക്യൂബ് എഴുതാം. ഇൻറ്റു 1 മൈനസ് 3/2 y ബൈ ഡെൽറ്റ മൈനസ് 1/2 y ബൈ ഡെൽറ്റ ദ ഹോൾ ക്യൂബ്. ദെൻ ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ടോട്ടൽ ഇന്റഗ്രൽ ടേമിലേക്ക് ടോട്ടൽ ടേമിനെ ഒന്ന് ഇനി ഓപ്പൺ ചെയ്ത് എഴുതാം. Dou by rho 0 by rho u square is equal to dou by dou x of integral 0 to delta. Initially u by u വരുന്നിടത്ത് വാല്യൂ എടുത്ത് എഴുതാം. 3/2 y by delta minus 1/2 y by delta the whole cube into 1 minus 3u again. 1 minus u by u into 3/2 y by delta minus 1/2 y by delta the whole cube dy. ഇനി എന്ത് ചെയ്യാം, ഇനീഷ്യലി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, then ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്നിക്ക് എഴുതി 3y/2 ഡെൽറ്റ മൈനസ് y ക്യൂബ് ഡിവൈഡ് ബൈ 2 ഡെൽറ്റ ക്യൂബ് 1 മൈനസ് 3y/2 ഡെൽറ്റ മൈനസ് y ക്യൂബ് ബൈ 2 ഡെൽറ്റ ക്യൂബ്. ഇനി ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 3y/2 ഡെൽറ്റ ഇൻറ്റു 1 3y/2 ഡെൽറ്റ. ഇത് ഇൻറ്റു സെക്കൻഡ് ടേം 9y സ്ക്വയർ ബൈ 4 ഡെൽറ്റ സ്ക്വയർ. ദെൻ ഇൻറ്റു തേർഡ് ടേം എത്ര വരും? 3y raised to 4 plus 3y raised to 4 divided by 4 delta raised to 4. ഇനി ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് y ക്യൂബ് ബൈ 2 ഡെൽറ്റ ക്യൂബ്. ഇത് ഇൻറ്റു സെക്കൻഡ് ടേം മൈനസ് മൈനസ് പ്ലസ് ആവും. സോ 3y raised to 4 divided by 4 delta raised to 4. ഇനി ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരും y raised to 6 divided by minus y raised to 6 divided by 4 delta raised to 6. 3 എഴുതിനാണ്. ഇതെല്ലാം ഞാൻ പറയുന്ന അവസ്ഥ ആവരുത്. നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നത്. ഓക്കെ, ഞാൻ സ്ലൈഡ് കാണിക്കുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കല്ല. നിങ്ങൾ
നിങ്ങളായിട്ട് തന്നെ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഡിഫിക്കൽട്ടി വരിക. ഓക്കെ, അതുകൊണ്ട് പരമാവധി എഴുതുക. എഴുതിയിട്ട് സ്വന്തമായിട്ട് തന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം നോക്കി നോക്കി ചെയ്യുക ഇനിയത്തെ ക്ലാസ്സിലൊക്കെ. ഓക്കെ, എഴുതിനെ ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതി എടുത്തിട്ട് ഈ ടേംസിനൊക്കെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ചിട്ട് ഇത്ര വരും. ഫസ്റ്റ് ടേം ആകുമ്പോൾ 3y² ബൈ 4 ഡെൽറ്റ വരും. 3y² ഡിവൈഡ് ബൈ 4 ഡെൽറ്റ. അടുത്താകുമ്പോൾ 9y³ ബൈ 12 ഡെൽറ്റ സ്ക്വയർ പ്ലസ് 3y⁵5 ഡിവൈഡ് ബൈ 20 ഡെൽറ്റ⁴ മൈനസ് y⁴ ഡിവൈഡ് ബൈ 8 ഡെൽറ്റ³. ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതി അതേ മെത്തേഡിലൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. 0 ടു ഡെൽറ്റ ലിമിറ്റ് കൊടുക്കുക. ചെയ്യാതെ വെറുതെ ഇരിക്കറ. കിട്ടുന്ന പോലെ എഴുതി നോക്കുക. തെറ്റുന്നുണ്ടെ തെറ്റട്ടെ, തെറ്റുന്നൊന്നും വിഷയമല്ല. മാക്സിമം ട്രൈ ചെയ്യാം. ഇത്രയും ചെയ്താൽ മതി.
എഴുതിയാ? അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു, 0 to ഡെൽറ്റ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഫൈനലി എന്നെ സോൾവ് ചെയ്ത് എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 3/4 ഡെൽറ്റ മൈനസ് ഈ ഒരു ഫോമാറ്റിലേക്ക് വരും. റൈറ്റ്? ദെൻ ഡോ ബൈ ഡോ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നിങ്ങളായിട്ട് എഴുതി നോക്കണേ. ഇതുപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നോട്ട് വെക്കരുത്, കംപ്ലീറ്റ് ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫൈനലി ആൻസർ എന്ത് വരും? 39 ഡിവൈഡ് ബൈ 280 ഇൻറ്റു ഡോ ഡെൽറ്റ ഡിവൈഡ് ബൈ ഡോ എക്സ് വരും. ഓക്കെ, 39 280 ഇൻറ്റു ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ്. അതിൽ ടൗ സീറോ ബൈ റോ യു സ്ക്വയർ ആയിരുന്നത് 39 ഡിവൈഡ് ബൈ 280 ഇൻറ്റു ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ് വരും. ഇതിൽ റോ യു സ്ക്വയർ ഇപ്പോഴത്തേക്ക് എടുത്തു. ഫൈനൽ ഇക്വേഷൻ തരും 39 ബൈ 280 റോ യു സ്ക്വയർ ഡോ ഡെൽറ്റ ബൈ ഡോ എക്സ്. ഇനി ടൗ സീറോ നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മളെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അപ്ലൈ ചെയ്യും. എന്ത്? ടൗ സീറോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. യു ഇക്വേഷൻ നമുക്കറിയാം. യു ഇസ് ഈക്വൽ ഗിവൺ വെലോസിറ്റി പ്രൊഫൈൽ നമുക്ക് സ്മോൾ യു കണ്ടുപിടിക്കാം. അതിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡി യു ബൈ ഡി വൈ ഫോം കണ്ടുപിടിക്കാം. ഡി യു ബൈ ഡി വൈ എന്ത് വരും? യു ഇൻറ്റു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു വൈ വെച്ചിട്ട് 3/2 1 ഡെൽറ്റ മൈനസ് 3y സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഡെൽറ്റ ക്യൂ. ഇനി y ഈക്വൽ ടു 0 കണ്ടുപിടിക്കുന്നത്. y ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ടേം അങ്ങോട്ട് ക്യാൻസൽ ആയി പോകും. മൊത്തം എന്താവും? du by dy finally tau 0 is equal to 3/2 capital mu capital U divided by delta എന്ന് വരും. അല്ലേ? tau 0 equal to 3/2 small mu capital U divided by delta. ഇത് കിട്ടി. tau 0 രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ? tau 0 രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ രണ്ട് വാല്യൂസും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്ത് എന്ത് സാധാരണ ഡെൽറ്റ ടേംസിലേക്ക് ഒന്നിച്ചെടുത്തു, എക്സ് ടേംസിലേക്ക് റിവേഴ്സ് സയൻസ് ആയിട്ട് എടുക്കും. അപ്പോ ഡെൽറ്റ ഡോട്ട് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 3/2 mu u into 280 by 39 into 1 by rho u square delta x. Finally 420 39 mu by rho u into delta x വരും. റൈറ്റ്? ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. സെയിം മെത്തേഡാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ട് ചെയ്തു. ബിക്കോസ് ബൗണ്ടറി ലെയർ തിക്നെസ് വാരി വിത്ത് റെസ്പെക്ട് ടു ഓൺലി വൺ കോർഡിനേറ്റ് ദാറ്റ് ഈസ് എക്സ്. സോ ഇതിനൊന്ന് ടോട്ടൽ ഡെറിവേറ്റീവ് ആക്കി എഴുതി ഇന്റഗ്രേറ്റ് ചെയ്ത ഇക്വേഷൻ തരും ഡെൽറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 420 by 39 mu by rho u into x plus c വരും. ഓക്കെ, delta square divided by 2 equal to 420 by 39 mu divided by rho u x plus c വരും. ഇനി c ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്തത്? c ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 0 എങ്ങനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ ഡെൽറ്റ വാല്യൂ എന്ത് വരും? എക്സിന് 0 കൊടുക്കുമ്പോൾ ഡെൽറ്റ വാല്യൂ എക്സിന് 0 കൊടുത്ത ഡെൽറ്റ വാല്യൂ എന്താ വരിക? പറയടാ, എക്സിന് 0 കൊടുക്കുമ്പോൾ ഡെൽറ്റന്റെ വാല്യൂ എന്താ വരിക? ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ, 0 കൊടുക്കുക എന്ന് പറഞ്ഞു. ഏതിനാ 0 കൊടുക്കണ്ടേ? എക്സിനായിരിക്കും 0 കൊടുക്കണ്ടേ, മനസ്സിലായി? എക്സിന് 0 കൊടുക്കുമ്പോൾ ഡെൽറ്റ വാല്യൂ എന്താ വരിക? എക്സിന് 0 കൊടുക്കുമ്പോ ഡെൽറ്റ വാല്യൂ ഇവരെന്താ പറഞ്ഞത്? ക്ലിയർ ആയിട്ട് ഡെൽറ്റ 0 അല്ലേ വരും? ഡെൽറ്റയും 0 വരും. റൈറ്റ്? എന്നിട്ട് എന്താ ന്റെ വാല്യൂ വരും 0 വരും. അത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് നാളത്തേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണേ. നിങ്ങൾ ചെയ്തില്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നാളത്തേക്ക് കംപ്ലീറ്റ് ആക്കാം. അഥവാ കിട്ടിയില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ ബാക്കി പാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അഖിൽ,
Present, sir. Amin. Okay. Anirudh. Present, sir. Karthik. Present, sir. Sadin. Present, sir. Shahzad. Muktazim. Azaf. Present, sir. Fardeen. Present, sir. Fateh. Present. Sama. Sama. Ziyan. Okay, സമയമുണ്ട്. Ziyan. Nishad. Present, sir. Nived. Present, sir. Pratyush. Pratyush. Rahul. Present, sir. Sarun. Present, sir. Saurabh. Saurabh. Srirag. Present, sir. Vishnu. Present, sir. Vishnu N. Present, sir. Dharmesh. Present, sir. ഈ സൗരവൻ എന്താ പ്രശ്നം? കണ്ടിന്യൂസ്ലി ക്ലാസ്സിൽ ആബ്സെന്റ് ആണല്ലോ. എന്താ സൗരവന്റെ പ്രശ്നം? എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആബ്സെന്റ് ആണല്ലോ. നിങ്ങൾക്ക് ആയിരിക്കും അറിയില്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ കാണാതെ ചോദിക്കല്ലേ? ആര് സാർ? സൗരവ്. അറിയില്ല സാർ. ആരായിരുന്നു ക്ലാസ് റെപ്പ്? അമിതല്ലേ? ഇത് പോയാ സാർ. എപ്പാട് പോയില്ലേ? അറ്റൻഡൻസ് എടുത്തവരുടെ അടുത്ത് പോയി. അപ്പൊ ഓക്കേടാ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആ പ്രോബ്ലം ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്ക്. ഓക്കെ, Thank you. താങ്ക് യു.